ഭരണഘടനയ്ക്കകത്ത് ജീവിക്കുന്ന ഈ മനുഷ്യരോട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് പറയുന്നു, നിങ്ങൾക്കൊന്നും തരില്ല എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തെ മുഴുവൻ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ വിഷയങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായി ഭരണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു തരത്തിൽ നിഷേധിക്കപ്പെടുന്നു. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ നമുക്കറിയാം, ഭരണഘടനയ്ക്ക് ശേഷം നമ്മൾ ധനകാര്യ കമ്മീഷനുകൾ, ഭരണഘടന അടിസ്ഥാനത്തിൽ തന്നെ ധനകാര്യ കമ്മീഷനുകൾ നമ്മൾ രൂപീകരിച്ചിരുന്നു. ആ ധനകാര്യ കമ്മീഷനുകളാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര പണമാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ആ ധനകാര്യ കമ്മീഷനുകളുടെ ശുപാർശയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് 1 രൂപ നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ആ നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അവര് ഒരു മറുന്യായം കണ്ടെത്തുന്നുണ്ട്. എന്താ ന്യായം? ആ ന്യായം എന്ന് പറയുന്നത് കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ദൂരം പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോയ സംസ്ഥാനമാണ് എന്നുള്ള ഒരർത്ഥത്തിൽ അത് അവരംഗീകരിക്കുന്നുണ്ട്. ആ അംഗീകരിക്കുന്നത് എന്താ? ഇവിടെ പാർപ്പിടമുണ്ട്, വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, ഭക്ഷണമുണ്ട്, ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കുള്ളത് കാരണം ഇനി ഞങ്ങളൊന്നും തരില്ല എന്ന് മറ്റൊരു വാദം പറയുന്നു. എന്താണ് നമുക്ക് തരേണ്ടത്? ഉത്തരേന്ത്യയിലെ നടപ്പിലാക്കുന്നത് പോലെ കക്കൂസ് കെട്ടാൻ ആവശ്യമായ പണമല്ല നമുക്ക് തരേണ്ടത്. നമുക്ക് തരേണ്ടത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ടാണ് കേരളത്തിന് തരേണ്ടത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നമുക്ക് എന്ത് തരണം? എയിംസ് പോലെയുള്ള ഏറ്റവും ഉയർന്ന രീതിയിൽ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആരോഗ്യ സ്ഥാപനങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള മെഡിക്കൽ കോളേജുകളാണ് നമുക്ക് ലഭിക്കേണ്ടത്. അങ്ങനെ ഒരു മാറിയ സമൂഹത്തിന്, വളർച്ച പ്രാപിച്ച സമൂഹത്തിന്, ആ സമൂഹത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള, അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകളാണ് രാജ്യത്തിന്റെ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് നൽകേണ്ടത്. എന്നാൽ രാജ്യം ഭരിക്കുന്ന ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും പറയുന്നത് എന്താ? കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടല്ലോ, നമുക്ക് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചുപോയ ഒരാളുണ്ട്. അയാളെ കഥ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേറൊരാളുണ്ട് അല്ലെ, ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു മന്ത്രി, രാജ്യസഭാ MP ആയ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി ഈ കേന്ദ്ര ബജറ്റ് വന്നപ്പോ കേരളത്തിന് 1 രൂപയും ഇല്ലല്ലോ എന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങള് ഈ മന്ത്രിയോട് ചോദിച്ചപ്പോ ആ മന്ത്രി പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ വളരെ വളർച്ച പ്രാപിച്ച ആളുകളാണ്, കേരളം പിന്നോട്ട് പോയാൽ പൈസ തരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെ പിന്നോട്ട് പോവാനാ പറയുന്നത്? ബീഹാറിലെ പോലെ, ഉത്തരേന്ത്യയിലെ പോലെ അല്ലെ? കുംഭമേളയില് ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിയായിരുന്നു കുറെ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിന്നത്. മാല വിൽക്കാൻ വന്ന പെൺകുട്ടി. മാല വിൽക്കാൻ വന്ന പെൺകുട്ടിയോട് സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് എവിടെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ കുട്ടി പറയുന്നു, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന്. അങ്ങനെ സ്കൂളിൽ പോവാത്ത കുട്ടികള് ധാരാളമുള്ള ഉത്തരേന്ത്യയിലെയും ബീഹാറിലെയും രാജസ്ഥാനിലെയും ജീവിതമല്ല കേരളത്തിലെ ജീവിതം എന്ന് പറയുന്നത്. ആ കാലത്തേക്ക് കേരളത്തിനോട് തിരിച്ചു പോവാനാണ് ഈ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾക്ക് പണം തരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങളുടെ ആശുപത്രികളിൽ കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ അപ്പൊ നമുക്ക് ആലോചിക്കാം. നിങ്ങളുടെ ആശുപത്രികളിൽ രോഗികൾക്ക് ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടർമാരില്ലാതെ, വന്നിരിക്കാൻ ഇടമില്ലാതെ, കിടക്കാൻ കട്ടിലുകളില്ലാതെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോ, അപ്പൊ നിങ്ങൾക്ക് പണം തരാമെന്നാണ് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പറയുന്നത്. നമുക്ക് തിരിച്ചു പോവാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കേരളം രൂപപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ആ പുതിയ കേരളം ലക്ഷ്യം വെക്കുന്നത്? നമുക്കറിയാം, കേരളത്തിലും